നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ പ്രബിൻ പി ദേവ്, ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൊറിയാസിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തെ പറ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ സൊറിയാസിസ് കാഴ്ചയിലിരിക്കുന്നത്? അത് ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് വരുന്ന ചുമന്ന കളറിലുള്ള ചൊറിച്ചിലുണ്ടാക്കുന്ന ചെറിയൊരു സ്കെയിലിംഗ് ഉള്ള ടൈപ്പ് ഒരു പ്ലാക്സ് ആയിട്ടാണ് സൊറിയാസിസ് പലപ്പോഴും പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ തന്നെ ചിലപ്പോൾ താരനെ പോലെ തന്നെ താരനാണെന്ന് നമ്മൾ വിചാരിക്കുന്ന ചൊറിച്ചിലുണ്ടാക്കുന്ന ഫ്ലേക്കിനെസ് ഉണ്ടാക്കുന്ന സ്കാൽപ്പിലെ ലീഷൻസും സൊറിയാസിസ് ആകാൻ സാധ്യതയുണ്ട്. നഖം ശ്രദ്ധിക്കുകയാണെങ്കിൽ സൊറിയാസിസ് നഖത്തിൽ പൊതുവേ ചെറിയ ആഴത്തിലുള്ള ചില കുഴികൾ ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ സ്കിന്നിലും നഖത്തിലും മാത്രമല്ല, കൂടാതെ തന്നെ നമ്മുടെ ജോയിൻസിലും സൊറിയാസിസ് അഫക്റ്റ് ചെയ്യും. ജോയിൻസിൽ അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് ജോയിൻറ്റ് പെയിൻ, അതുപോലെ തന്നെ ചില ഡീഫോമിറ്റീസൊക്കെ സൊറിയാസിസ് ഉണ്ടാക്കാറുണ്ട്. പലപ്പോഴും ആളുകളുടെ ഒരു പൊതുവെയുള്ള ധാരണ നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നെയിലിൽ മാത്രം അല്ലെങ്കിൽ ജോയിൻസിൽ മാത്രം വരുന്നൊരു അസുഖമാണ് സൊറിയാസിസ് എന്നാണ്. അല്ല, പലപ്പോഴും മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടാക്കാൻ, മെറ്റബോളിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാൻ, മെറ്റബോളിക് ഡിസീസസിന് കാരണമാകുന്നുണ്ട് സൊറിയാസിസ്. അതായത് ഷുഗർ, പ്രഷർ പോലുള്ള അസുഖങ്ങൾ സൊറിയാസിസ് പേഷ്യൻസിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അതുകൂടാതെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതുപോലുള്ള സ്ട്രോക്ക് സൊറിയാസിസ് പേഷ്യൻസിൽ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന നമ്മുടെ ഭംഗിയെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ചൊറിച്ചിൽ ഉളവാക്കുന്ന ഒരു അസുഖമാണ് സൊറിയാസിസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഭയങ്കര ഒരു സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ്. പലപ്പോഴും സൊറിയാസിസ് രോഗികളിൽ ഡിപ്രഷനും കണ്ടുവരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അസുഖം ഉണ്ടാകുന്നത്? ഇത് ഇൻഫെക്ഷനാണോ? ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുമോ? ഒരിക്കലുമില്ല. ഇതൊരു ഇൻഫെക്ഷൻ അല്ല. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ടൈപ്പ് അസുഖമല്ല. ഇത് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ജെനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട ഒരു അസുഖമാണ് സൊറിയാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു അസുഖം വന്നു ചേരുകയാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത്? ആൽക്കഹോളിസം അഥവാ സ്മോക്കിംഗ് തുടങ്ങിയ ശീലങ്ങളുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം സൊറിയാസിസ് പുകവലിയിലൂടെയും മദ്യപാനത്തിലൂടെയും ഭയങ്കരമായിട്ട് കൂടുന്ന ഒരു അസുഖമാണ്. അപ്പോൾ ഇത് നിർത്തിയെങ്കിൽ മാത്രമേ നമുക്ക് പലപ്പോഴും സൊറിയാസിസിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ സൊറിയാസിസ് രോഗികൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വണ്ണം ഒരു പരിധിക്കപ്പുറം കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പല ജീവിതശൈലി രോഗങ്ങൾക്കും കൂട്ടാനുള്ളൊരു സാധ്യത സൊറിയാസിസ് രോഗികളിലുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ണം കൂടാതെ നോക്കണം. പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് നടക്കുക, എക്സസൈസ് ചെയ്യുക എല്ലാം ആവശ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയിൻസിനെ അഫക്റ്റ് ചെയ്യുന്നൊരു അസുഖമാണ് സൊറിയാസിസ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഈ അസുഖത്തിനെ ട്രീറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അസുഖം പലപ്പോഴും നമ്മുടെ ഷുഗർ പോലെ, പ്രഷർ പോലെ തന്നെ ലോങ് ടേം നീണ്ടു നിൽക്കുന്ന ഒരു അസുഖമാണ്. വിൻറ്റേഴ്സിൽ കൂടുന്ന, അല്ലെങ്കിൽ നമുക്ക് ശൈത്യകാലങ്ങളിൽ കൂടുതലായിട്ട് പെട്ടെന്നൊരു എക്സസർബേഷൻ വരുന്ന, അതുകൂടാതെ നമുക്ക് സ്ട്രെസ്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് പെട്ടെന്ന് ശരീരത്തിൽ കൂടുന്ന ഒരു തരം അസുഖമാണ് സൊറിയാസിസ് എന്ന് പറയുന്നത്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടോ എന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമുക്കിതിന് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണുള്ളത്. വളരെ ചെറിയ രീതിയിലാണ് സൊറിയാസിസ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീമുകളിലൂടെ അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഒരു പരിധിക്കപ്പുറം അത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ലൈറ്റ് തെറാപ്പി ട്രൈ ചെയ്യേണ്ടതായിട്ട് വരും. പലപ്പോഴും സൊറിയാസിസിന് ആഴ്ചയിൽ ഒരിക്കൽ കഴിക്കുന്ന മരുന്നുകൾ അല്ലെങ്കിൽ ഡെയിലി കഴിക്കുന്ന മരുന്നുകൾ ചിലപ്പോൾ ഇഞ്ചെക്ഷൻസ് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം. അത് കുറച്ച് നീണ്ട കാലയളവിലേക്ക് ട്രീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ഡോക്ടറെ അടിക്കടി കാണിക്കേണ്ടതായിട്ട് വരും. ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യേണ്ടതായിട്ട് വരും. ഈ കഴിക്കുന്ന മരുന്നുകൾ, സൊറിയാസിസിന് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ വേറെ നമ്മുടെ ശരീരത്തിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, വേറെ പാർശ്വഫലങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് നമുക്ക് ഉറപ്പുവരുത്തേണ്ടതായിട്ട് വരും. ഇങ്ങനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല ഒരു റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ നല്ല രീതിയിൽ ഇത് നമ്മുടെ ശരീരത്തെയും അതുപോലെ തന്നെ സന്ധികളെയും ഒന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു അസുഖമാണ് സൊറിയാസിസ്. സൊറിയാസിസുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ടോ അല്ലെങ്കിൽ ഞാനുമായിട്ടോ ബന്ധപ്പെടുക. താങ്ക് യു.